ഹലോ സച്ചേട്ടാ. ഹലോ, നല്ലൊരു വക്കീലിനെ കേട്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു. ഞാൻ ഉടനെ തന്നെ വീട്ടിലെത്തും. നീ റെഡിയായിട്ട് നിൽക്കണം. ഓക്കെ? എന്താ മോളെ, എന്തു പറ്റി? ഒരു വിഷമം പോലെ. ഒന്നുമില്ല അച്ഛാ. പുറത്തൊന്ന് പോണോന്ന് പറഞ്ഞു. എന്നോട് വേഗം റെഡിയാവാൻ. ഫോണിൽ വന്ന് എന്താ സച്ചി, നിങ്ങൾ എവിടെ പോവാ? തൽക്കാലം ഒരിടത്തും ഇപ്പൊ പോകണ്ട. മോൾക്ക് താല്പര്യമില്ലെന്ന് അവളുടെ മുഖം കണ്ടറിയാം. തന്നെയുമല്ല, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. മോൾക്ക് കൂടി ഇഷ്ടമുള്ള സമയത്ത് എവിടെയായാലും പോയാൽ മതി. മോളെ, തൽക്കാലം എവിടെയും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവൻ പിന്നെ മറുത്തൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇടിപിടിയിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അല്ലേ? എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് സമാധാനത്തോടെ പോയാൽ മതി. ഒരു ഔട്ടിങ്ങിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. മോളുടെ സന്തോഷം കഴിഞ്ഞു മതി അവന്റെ സന്തോഷമൊക്കെ. രാവിലെ തുടങ്ങിയോ കൂട്ടാനും കുറയ്ക്കാനും? എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടടി. സഞ്ജു അഖിലും സച്ചിയുടെ വീട്ടുകാരും ചേർന്ന് ഈ വിവാഹം നടത്തിയെങ്കിലും ചിലവായതിന്റെ കുറച്ചെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അതിനിപ്പോ നമ്മുടെ ട്രഷറിയിൽ കുറച്ച് പണം കിടപ്പുണ്ട്. അതൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കുറച്ചൊക്കെ കൊടുക്കാനാവും. അർച്ചനയുടെ കല്യാണത്തിന് നമ്മളെപ്പം ധൃതി കാണിച്ചോ എന്നൊരു സംശയം. ധൃതിയൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു ബന്ധം വന്നപ്പോ എങ്ങനെയെങ്കിലും അതത് നടത്താൻ വേണ്ടി നമ്മളെ കൊണ്ടാവും വിധം നമ്മളൊന്ന് ശ്രമിച്ചു. അത്രയല്ലേ ഉള്ളൂ. പിന്നെ സച്ചിയുടെ വീട്ടുകാരുടെ കൂടെ കാരുണ്യം കൊണ്ടാ ഇത്രയെല്ലാം നടന്നത്. ആ കാരുണ്യം നമ്മുടെ കഴിവുകേടുകൂടിയല്ലേ കമലേ? വലിയ രീതിയിൽ സ്വപ്നതുല്യമായി എല്ലാം നടന്നു എന്ന് സന്തോഷിക്കുമ്പോഴും ഒരച്ഛനെന്ന നിലയിൽ ഞാൻ തികഞ്ഞൊരു പരാജയമാണെന്നുകൂടി അതിനൊരർത്ഥമുണ്ട്. ദയാനന്ദൻ മാഷിന്റെ മോളെ കല്യാണം ചെറുക്കൻ വീട്ടുകാരുടെ സഹായത്തോടെ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലോ മാഷെ. അവന്തികമ്മയുടെ ഒക്കെ അറിഞ്ഞ് നമ്മളെ സഹായിച്ചതല്ലേ. സത്യം പറഞ്ഞ ആ മാഡത്തിനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വയ്യാത്ത നമ്മുടെ മോളെ എന്താണ് ഇവിടെ ഒരു ഡിസ്കഷൻ? ഒന്നുമില്ല. കമലമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടല്ലോ. അപ്പൊ പിന്നെ അർച്ചന ചേച്ചിയുടെ കാര്യമാവും, എനിക്ക് ഉറപ്പാ. അമ്മേ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ആവണിമോളെ എഴുന്നേറ്റിട്ടില്ല. അവളെ എണീപ്പിച്ച് സ്കൂളിൽ പോകാൻ റെഡിയാക്കിക്കണേ. ശരി അടുത്തേ. അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരാവേ. അനൂപേ, കുറച്ച് പൈസ എവിടുന്നെങ്കിലും മറിക്കണമായിരുന്നു. തുണിക്കടയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് ഞാൻ നോക്കാം അച്ഛാ. പലിശയ്ക്ക് എവിടെന്നെങ്കിലും വാങ്ങാം. എന്തിന്? 1000 ചോദിച്ചാ 10,000 തരാൻ ആസ്തിയുള്ള വീട്ടിലല്ലേ അർച്ചന ഇപ്പൊ ഉള്ളത്?
സച്ചിയോട് പോയി പറയേണ്ട താമസമില്ലേ ഉള്ളൂ. ഏയ് അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? സച്ചി ഇപ്പൊ ഈ വീട്ടിലെ മരുമോനല്ലേ എന്ന് പറഞ്ഞ ഈ വീട്ടിലെ ഒരു അംഗം. എന്നാലും ഇനി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാന്നൊക്കെ പറഞ്ഞാ ആവശ്യം വന്നാ വാങ്ങിച്ചല്ലേ പറ്റൂ. ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിനിവിടെ നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ. എന്റെ അനിയത്തിയുടെ കാര്യമല്ലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം. നീ കയറാൻ നോക്ക്. പിന്നെ മാനാഭിമാനവും കെട്ടിപ്പിടിച്ചിരുന്നു എല്ലാവരും. കടക്കാരോട് സമാധാനം പറഞ്ഞാ മതി. അത് നീ അല്ലല്ലോ പറയുന്നേ. നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താ പിന്നെ നമ്മളാവും കുറ്റക്കാരി. പോവാം. ദാച്ചാ നാളത്തെ കാര്യങ്ങളൊക്കെ എന്തായി മോളെ? എല്ലാ സന്ദീപ് ഭംഗിയായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടച്ചാ. സച്ചിക്ക് അതിലൊന്നും അത്ര താല്പര്യം കാണുന്നില്ല. എന്തിനാ ഇതൊക്കെയെന്നാ അവന്റെ ഭാവം. അച്ഛൻ അതൊന്നും കാര്യാക്കണ്ടെന്നേ. എടുത്തി എവറിത്തിങ് ഓക്കെയാണ്. എല്ലാം ഒരിക്കൽ കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. നാളെ നമ്മളെ സമയത്തിനങ്ങ് ചെന്നാ മാത്രം മതി. ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ സന്ദീപേ. അച്ഛനും ഏട്ടനും ഏട്ടത്തിയും തന്ന ലിസ്റ്റ് അനുസരിച്ച് ഒരാളെ ഒഴിവാക്കാതെ കണ്ടു. ക്ഷണിക്കേണ്ടവരെ കണ്ടും വിളിച്ചു പറയേണ്ടവരെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. നീ സച്ചിയോടെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വേറെ ആരുടെ വിവാഹ പാർട്ടി നടത്തുന്ന പോലെയാ സച്ചിയുടെ സംസാരിക്കുന്നത്. പക്ഷെ അർച്ചനയുടെ നല്ല സന്തോഷത്തില. അർച്ചന അത്ര സന്തോഷത്തിലൊന്നും അല്ല. അങ്ങനെയാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന. അതെങ്ങനാ? ഭർത്താവിന് സന്തോഷമില്ലെങ്കിൽ ഭാര്യയ്ക്കും കാണില്ലല്ലോ. അവനല്ലേ അവളെ സന്തോഷിപ്പിക്കേണ്ടത്. ആരൊക്കെ സന്തോഷത്തിലാണെങ്കിലും ഇല്ലെങ്കിലും നാളെ നമ്മൾ അടിച്ചു പൊളിക്കും. ഇല്ലടി സ്നേഹേ? സച്ചയുടെ പുറം അടിച്ചു പൊളിക്കാതിരുന്നാ മതി. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുന്നു എന്നാ സച്ചേട്ടന്റെ പരാതി. അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ സച്ചിയല്ലേ. ഈ ഏട്ടത്തെ പറയുന്നതിനപ്പുറം അവനൊന്നുമില്ല. ദേ, ഈ ഏട്ടത്തിയുടെ ഒറ്റ ബലത്തിലാ ഞാൻ നിൽക്കുന്നത്. സച്ചേട്ടാ, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പോയേ തീരൂ. മനസ്സുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് താൻ പറയുന്നേ? എനിക്കത് അറിയാത്തതല്ലോ. പക്ഷേ അർച്ചന, ഞാൻ പറയുന്നത്. സച്ചി, ഇതെന്താ നിങ്ങളിവിടെ കഥയും പറഞ്ഞു നിൽക്കുക? അല്ല അച്ഛാ, ബാക്കി എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുക. സച്ചി, സമയം എത്രയായി? മോളെ, അവനെയും കൂട്ടി വേഗം വാ. സച്ചേട്ടാ, നമ്മളിപ്പോ ഇറങ്ങിയില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാവും. നമ്മളായിട്ട് ആരെയും വേദനിപ്പിക്കണ്ട. അർച്ചന, ഞാൻ ഇനി അവിടെ പോയി ഭർത്താവ് വേഷം കെട്ടി ആൾക്കാരുടെ മുമ്പിൽ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അഭിനയിച്ച് എന്തൊരവസ്ഥയാണെന്നറിയോ ഇത്? ശരി, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വാ, എന്റെ തലവിധി. ഏട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാ. വലിയ കുഴപ്പമില്ല, പക്ഷെ എന്റെ അത്ര റിച്ച് ലുക്ക് ആയിട്ടില്ല. അയ്യടാ. ആ സച്ചിയടാ, ഈ ലുക്കൊക്കെ നമ്മളങ്ങ് പൊളിച്ചടുക്കും കേട്ടോ. എന്തിന്? എനിക്ക് ഈ ലുക്ക് തന്നെ മതിയല്ല. കൂടുതൽ ആർഭാടങ്ങളൊന്നും വേണ്ട. എന്താ ഏട്ടാ ഇത്? ഈ കോലത്തിലാണോ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്? ആൾക്കാർ എന്ത് വിചാരിക്കും? അതൊന്നും ശരിയാവില്ല സച്ചേട്ടാ. ഇത് ഏട്ടത്തിക്കും ബാധക കേട്ടോ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. നല്ല ആഭരണങ്ങൾ ഇടണം.
അതൊന്നും വേണ്ട സ്നേഹ. നമ്മള് വളരെ സിമ്പിളായി പോയാ പോരെ. ആഹാ, അപ്പൊ രണ്ടുപേരും കൂടി ഒന്നിച്ച് തീരുമാനിച്ചാണോ? കൊള്ളാലോ. അല്ല, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുകയാണോ? ദേ, അച്ഛനവിടെ കാറി കയറിയിരിക്കുക. ഈ കോലത്തിലെ രണ്ടുപേരും പാർട്ടിയിൽ പങ്കെടുക്കുള്ളൂ എന്നുള്ള വാശിയിലെ അവര്. ഏട്ടത്തെങ്കിലും ഒന്ന് പറ. അതിനാണോ നമ്മൾ ഇത്രയും കാശ് ചെലവാക്കി ആർഭാടമായി ഇങ്ങനെ പാർട്ടി നടത്തുന്നേ? എന്താ സച്ചി ഇങ്ങനെ? നമ്മുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും റിസപ്ഷന് ഗ്രാൻഡായി നിൽക്കണം. ഒരുപാട് ആർഭാടമൊന്നും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അതൊക്കെ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സച്ചേട്ടാ, എല്ലാ ഏർപ്പാടും ഞാനവിടെ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂമറും ഹെയർ സ്റ്റൈലറും മേക്കപ്പും എല്ലാം അവിടെ സെറ്റാണ്. രണ്ടുപേരും സ്റ്റാർ പോലെ തിളങ്ങണം. ആൾക്കാർ കണ്ടെങ്കിൽ അസൂയപ്പെടട്ടെ. ദേ, അധിക സമയം ചിന്തിച്ചിവിടെ നിൽക്കണ്ട. ഗസ്റ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വാ സച്ചേട്ടാ, വാ. എഴുതി വാ. ഒരു ഇന്റർവ്യൂവിന് വരുമ്പോ ബയോഡേറ്റെങ്കിലും കൊണ്ടുവരണമെന്ന് അറിയില്ലേ? ക്ഷമിക്കണം സർ, എനിക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം സർ. നോക്കട്ടെ, അടുത്ത ആഴ്ച ഒന്നുകൂടി വരൂ. വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കാം. അടുത്ത തവണ വരുമ്പോ ബയോഡേറ്റ മറക്കണ്ട. ബയോഡേറ്റ? ശരി സർ. ഏയ് ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ലേ. സച്ചി, നീ ഇത് എവിടെയായിരുന്നു? ഇത് എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ? പെട്ടെന്ന് അങ്ങോട്ട് വാ. വാ. ഒരു മിനിറ്റ്, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അമ്മോ, അനുപേട്ട, ഒന്നിങ്ങ് വന്നേ. വരാൻ. അനുപേട്ടൻ എന്തിനാ എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പോലെ? ദേ, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും ചോദിപ്പിക്കാൻ നിൽക്കണ്ട. സ്വന്തം അനിയത്തിയുടെ ഫംഗ്ഷനാണ് നടക്കുന്നത്, അത് മറക്കണ്ട. കേട്ടല്ലോ? അച്ഛാ, ഡി കെ ഫാമിലി എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ. ഓ,
വേർ ഈസ് സച്ചി അർച്ചന? അനുപേട്ട, നല്ല ഭംഗിയുണ്ടല്ലേ അച്ഛനെ കാണാൻ. എത്ര വലിയ പാർട്ടിയായിട്ടും അച്ഛൻ്റെ മുഖം ആകെ വാടി തന്നെ ഇരിക്കുന്നത്. ചിരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അഭിനയാണെന്ന് അറിയാം. എന്താ പറ്റിയ? എന്തെങ്കിലും പറ്റിയോ? വെൽ ഡൺ ബേട്ട. ഇനി നീയാണ് ഇവളുടെ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും താങ്ങും തണലുമായിട്ട് ഉണ്ടാവേണ്ടത്. ഡേ, ഇവളെ ഏത് കാര്യത്തിൽ ഡൗൺ ആയാലും നീ വേണം ഇവളെ അപ്പ് ചെയ്യാൻ. അത് നിനക്കും ബാധകം അർച്ചന. ഒരിക്കലും കൈവിടാതെ ഇവനെ മുറുകെ പിടിച്ചോളണം. ഈ ലോകത്തിലെ വിവാഹിതരായ ഏറ്റവും വലിയ പ്രണയ ജോഡികള് DK ജ്യോതിയാണെന്ന് ഞങ്ങള് കരുതുന്നത്. അതുപോലെ അവൻ നിങ്ങൾക്കും കഴിയണം. കേറി വാ. ആന്റി നിക്ക്. അങ്കിളെ, ഈ കൈ പിടിച്ചോ. ആന്റി ഇനിയും വീഴും. പുതിയ തീരങ്ങൾ തേടാനോ പതിയെ ഞാനേകനാ. എളിനിലാവാകെ മൂടുന്നു ഇരുളുമീ മേഘവും. ഇടറി വീഴുന്നിതാ ഞാൻ ഈ പഴയ തീരങ്ങളിൽ. അച്ഛാ, എന്താ ഡ്രസ് പോലും മാറാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അനക്ക പോയതിന്റെ വിഷമാണോ? അവള് പാർട്ടിയുടെ ഇടയിൽ വിളിച്ചിരുന്നു. അവക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഭയങ്കര വിഷമം. ആ സാരമില്ല, അതിലും വലുതല്ലേ അഡ്മിഷൻ. ഇന്റർവ്യൂ കഴിയട്ടെ, കിട്ടുമോന്ന് നോക്കാം. ഞാനതൊന്നുമല്ല ആലോചിച്ചത്. സച്ചിക്കെന്തോ സാധാരണയിൽ നിന്ന് ചില മാറ്റങ്ങൾ പോലെ തോന്നുന്നുണ്ട്. മോൾക്ക് തോന്നിയില്ലേ? അച്ഛനവന്റെ സ്വഭാവം അറിയാലോ. ഒന്നാമതേ ആളുകൾ കൂടുന്നിടത്ത് അവൻ ഒന്ന് ഉൾവലിയും. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ സമയം കൂടെയല്ലേ, അതാവും. അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടും അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടില്ല. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതെന്താണെന്നാ? ഇനിയിപ്പോ ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണോ? ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നില്ലേ. എന്തായാലും അച്ഛൻ സച്ചിയുടെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് അവരിപ്പോ സമാധാനമായിട്ട് ഹോട്ടൽ റൂമിലുണ്ടാവും. ഹോട്ടലിൽ താമസിക്കാതെ വേഗം തിരിച്ചു വന്നതിന് കാരണം എല്ലാവരും ചോദിക്കും. മറുപടി ഞാൻ പറഞ്ഞോളാം. വാ. ഇതെന്താ ഹോട്ടലിൽ താമസിക്കാതെ നേരെ ഇങ്ങോട്ട് പോന്നേ? ഇതെന്താ നിങ്ങൾ ഈ സമയത്ത് വന്നത്? നിങ്ങളവിടെ റൂമിൽ കയറിയത് പോലും ഇല്ല. എന്താ സച്ചി ഉണ്ടായേ? എന്തേലും പ്രശ്നം ഉണ്ടായോ?
സച്ചി നിന്നോടല്ലേ ചോദിച്ചത്? ഒന്നും സംഭവിച്ചില്ല. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. അർച്ചന, നീ എങ്കിലൊന്ന് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ?